ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ എഴുതിക്കോ. ലിഥിയം ഫ്ലൂറൈഡ് LiF is equal to 845 degrees Celsius. ഒക്കെ മെൽറ്റിംഗ് പോയിന്റ് ആണ്. LiCl is equal to 605 degrees Celsius. ഈ വാല്യൂസ് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഇൻ കേസ് ഒരു ഡൗട്ട് വന്നാൽ വാല്യൂസ് നോക്കിയിട്ടെങ്കിലും നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് വാല്യൂസ് വരുന്നത് ലിഥിയം Br LiBr is equal to 550 degrees Celsius. Li lithium iodide is equal to 449 degrees Celsius. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ആനയോണിന്റെ സൈസ് കൂടുന്തോറും മെൽറ്റിംഗ് പോയിന്റ് കുറയുന്നുണ്ട്. അതായത് ആനയോണിന്റെ സൈസ് കൂടുമ്പം കോവാലൻസി ഇൻക്രീസ് ചെയ്യുന്നു, മെൽറ്റിംഗ് പോയിന്റ് കുറയുന്നു. ലാസ്റ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ കൂടി എഴുതിക്കോ. CaCl2 melting point of CaCl2 is equal to 782 degrees Celsius. Melting point of HgCl2 is equal to 276 degrees Celsius. മെർക്കുറിന്റെ എക്സെപ്ഷണൽ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ കോവാലൻസി അതിന് കൂടുതലായതുകൊണ്ട് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ മെൽറ്റിങ്ങും ബോയിലിംഗ് പോയിന്റും വെറുതെ ഈ കോവാലന്റ് നേച്ചർ കൂടുന്നതിനനുസരിച്ചോ കുറയോ കൂടോ ചെയ്യുന്നതല്ല, അതിനെ അഫക്ട് ചെയ്യാൻ വേറെ ഫാക്ടേഴ്സും ഉണ്ട്. പക്ഷെ ഈ ഒരു കോവാലൻസിയും കൂടെ കോവാലൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ മെൽറ്റിങ്ങും ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇതിനെ അഫക്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, അതായത് ഒന്നാമത്തെ പോയിന്റ് ഡിഗ്രി ഓഫ് കോവാലൻസി ഇൻക്രീസസ് then melting and boiling point decreases എന്നായിരുന്നു. രണ്ടാമത്തെ പോയിന്റ് increase in the covalency decrease the solubility. അല്ലെ പറയാ, കോവാലൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സോല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അതിനുള്ള ഒരു മേജർ എക്സാമ്പിൾ സിൽവറിന്റെ ഹാലൈറ്റ്സ് ആണ്. അതിന് മുന്നേ ഒരു കാര്യം കൂടെ ഒന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പം ടേബിളിന്റെ ആവശ്യമില്ല വിചാരിക്കണം. ഓക്കെ, ഒരു പോയിന്റ് മാത്രം എഴുതിക്കോ. സോല്യൂബിലിറ്റി ഓഫ്, ഇതിന്റെ എക്സാമ്പിൾ ആണ്, സോല്യൂബിലിറ്റി ഓഫ് AgF silver fluoride is greater than silver chloride, which is greater than silver bromide, and it is greater than silver iodide. Okay, അത് പിന്നെയും ആനയോണിന്റെ സൈസ് കൂടുമ്പം കോവാലൻസി കൂടുന്നു, കോവാലൻസി കൂടുമ്പം സോല്യൂബിലിറ്റി കുറയുന്നു. ഓക്കെ, അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിള്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, സോല്യൂബിലിറ്റി കോവാലൻസിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതൊരു സെന്റൻസ് ആയിട്ട് തന്നെ എഴുതിക്കോ. Solubility also depends on hydration enthalpies of ions. Solubility also depends on hydration enthalpies of ions. Okay. Actually, ഒരു ഗ്രാഫ് ഉണ്ട് ഹൈഡ്രേഷൻ എൻതാൽപ്പി.
ഓക്കെ, കുഴപ്പമില്ല, അത് വേണ്ട. ശരി, ഇനി അടുത്ത പോയിന്റ്, റിസൾട്ട് ഓഫ് പോളറൈസേഷനിൽ അടുത്ത പോയിന്റ് polarization affects ionic radii. Polarization affects ionic radii. Among silver halides, on moving from fluoride to iodide ion, ionic radii of the compounds should increase. But the bond length here is decreasing. Due to polarization and covalency. അതായത് നമ്മള് സിൽവർ ഹാലൈഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ AgF, AgCl, AgBr, AgI. ഓക്കെ, ഇതില് പ്രഡിക്റ്റ് ചെയ്യുന്ന അയണിക് റേഡിയ എന്ന് പറയുന്നത്, അതായത് R++R- എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എഴുതണമെന്നില്ല. AgFൻ്റെത് 248, AgClൻ്റെത് 296. അതായത് ആനിയോന്റെ സൈസ് കൂടുന്നതോറും അയണിക് റേഡിയ കൂടി വരുന്നത്. അയണിക് റേഡിയ എന്ന് വെച്ചാൽ R++R- പറയുന്നത്. അയണിക് റേഡിയ എന്ന് എടുക്കണ്ട, ബോണ്ട് ലെങ്ത് എന്നുള്ള ആസ്പെക്റ്റിൽ എടുത്തോ. അതായത് ബോണ്ട് ലെങ്ത്, ഈ സിൽവർ ഹാലൈഡ്സിന്റെ ബോണ്ട് ലെങ്തിനെ കുറിച്ച് സംസാരിക്കണേ. പ്രഡിക്റ്റഡ് 248, 296, 311, 320 ആണ്. പക്ഷെ എക്സ്പെരിമെന്റലി നോക്കുന്ന സമയത്ത് ഇത് 246, ഇത് 277 കുറഞ്ഞു, ഇത് 289, 311 കുറവായത്, ഇത് 281. ഓക്കെ, ഇത്രയും ചേഞ്ച് ഉണ്ട്. അതിന്റെ കാരണം പറഞ്ഞ് നമ്മള് എക്സ്പെക്ട് ചെയ്യുന്ന ബോണ്ട് ലെങ്തിനെക്കാളും കുറവ് ബോണ്ട് ലെങ്ത് ആണ് ചില കോമ്പൗണ്ട്സിൽ കാണുന്നത്. അതിന്റെ ഒരു കാര്യം, ആനിയോന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കോവാലൻസി ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? 3 പോയിന്റ്സ് പറഞ്ഞു. ഒന്നാമത്തത് മെൽറ്റിങ്ങും ബോയിലിംഗ് പോയിന്റിലുള്ള എഫക്ട്, രണ്ടാമത്തത് സോല്യൂബിലിറ്റിയിലുള്ള എഫക്ട്, മൂന്നാമത്തത് ബോണ്ട് ലെങ്തിലുള്ള എഫക്ട്. ഇനി നാലാമത്തത് effect on reactions, effect on chemical reactions. Sentence എഴുതിക്കോ. In the alkaline earth carbonates, ഏതാതൊക്കെ? കാൽഷ്യം കാർബണേറ്റും സ്ട്രോൺഷ്യം കാർബണേറ്റും ഒക്കെ. In the alkaline earth carbonates, there is a tendency toward decomposition.
there is a tendency toward decomposition. അതായത് ആൽക്കലൈൻ എർത്ത് കാർബണേറ്റില് MO plus CO2 ഡീകമ്പോസിഷനുള്ള ചാൻസ് കൂടുതലുണ്ട്. The ease with which this reaction proceeds, the ease with which this reaction proceeds decreases, the ease with which this reaction proceeds decreases with increasing cation size, decreases with increasing cation size. അതായത് ഈ റിയാക്ഷൻ നടക്കാനുള്ള ഫീസിബിലിറ്റി അല്ലെങ്കിൽ ഈ റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് വലിയ കാറ്റോൺസിന്റെ കേസിൽ കുറവാണ് എന്നാണ് പറയുന്നത്. ഈസ് വിത്ത് വിച്ച് ദിസ് റിയാക്ഷൻ പ്രൊസീഡ്സ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് കാറ്റോൺ സൈസ്. കാറ്റോൺ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് കുറവാണ്. അതായത് ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റലിന്റെ കാർബണേറ്റ് എന്ന് പറയുന്നത് ബെറീലിയം കാർബണേറ്റ് ആയിരിക്കും. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ബേരിയം കാർബണേറ്റ് ആയിരിക്കും. അതാണ് മൊത്തത്തിൽ പറയുന്നത്. കാറ്റോണിന്റെ സൈസ് കൂടുമ്പോ എന്താ സംഭവിക്കണേ? കോവാലന്റ് നേച്ചർ കുറയുക ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരെ തിരിച്ചു പറയാം, കാറ്റോണിന്റെ സൈസ് കുറയുമ്പം കോവാലന്റ് നേച്ചർ കൂടുന്ന സമയത്ത് അത് കുറച്ചുകൂടെ അൺസ്റ്റേബിൾ ആയി പോകും. അതായത് അയണിക് കോമ്പൗണ്ട്സ് ആണ് ഇൻ ജനറൽ കോവാലന്റ് കോമ്പൗണ്ട്സിനെക്കാട്ടും സ്റ്റേബിൾ ആയിട്ട് വെക്കുന്നത്. അപ്പോ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ കേസിൽ ഈ എഫക്ട് കാണുന്നുണ്ട്. ഇവിടെ എഴുതിക്കോ, ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് BeCO3 less than magnesium carbonate, less than calcium carbonate, less than strontium carbonate, less than barium carbonate. അതാണ് പോയിന്റ്. ഒരു സെന്റൻസ് കൂടെ എഴുതിക്കോ. Effect of d electrons is also clear. Effect of d electrons is also clear. Both CdCO3, cadmium carbonate, both CdCO3 and PbCO3, lead CO3 decompose at approximately 350 degrees Celsius, despite the fact that Pd2 plus and Pb2 plus are approximately the same size as calcium 2 plus. Are approximately the same size as calcium 2 plus. ആ calcium 2 plus എന്ന് എഴുതുന്ന ബ്രാക്കറ്റിൽ എഴുതിക്കോ CaCO3 ഇതിന്റെ ഡീകമ്പോസിഷൻ ടെമ്പറേച്ചറാണ് പറയുന്നത്. CaCO3 എന്ന് എഴുതിയ ഒരു കോമ ഇട്ടിട്ട് 900 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഇവര് പറയുന്നത് കാഡ്മിയത്തിനും ലെഡിനും കാൽഷ്യത്തിന്റെ സിമിലർ സൈസ് ആണെങ്കിൽ പോലും കാഡ്മിയം കാർബണേറ്റും ലെഡ് കാർബണേറ്റും പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്യുന്നു. അതിന്റെ കാരണം കാഡ്മിയത്തിലും ലെഡിലും ഡി ഇലക്ട്രോൺസ് ഉണ്ട്. ഡി ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ കോവാലൻസി കൂടുതലാണ്. കോവാലൻസി കൂടുതലാണെങ്കിൽ അൺസ്റ്റെബിലിറ്റി കൂടുതലാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് നമ്മൾ എഴുതിയ സെന്റൻസിന്റെ അർത്ഥം. ഓക്കെ, ക്ലിയർ ആണോ?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ അയണിക് ബോണ്ട് എന്നുള്ള ചാപ്റ്റർ ഏകദേശം, അയണിക് ബോണ്ട് എന്നുള്ള സെക്ഷൻ ഏകദേശം തീർന്നു. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് കോവാലന്റ് ബോണ്ട് നോക്കാം. വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ടീച്ചർ, ആ PDF എങ്ങനെ കിട്ടാം? ഏത് PDF? ഓ, ടെക്സ്റ്റ് ബുക്ക്. അതെ. എന്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ? അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്റെ നമ്പർ കിട്ടുമോ? അതറിയില്ല. ശരി, ഞാൻ എന്നാ ബേസിലിനോട് ചോദിച്ചിട്ട് എങ്ങനെയാ എത്തിക്കാം. ഓക്കെ, ശരി.